ഹായ്, എല്ലാവർക്കും സൂര്യ ടോക്കിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ജേർണലിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസും വിഷനും എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കൃത്യത നമുക്കുണ്ടാകുന്നു, ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകുന്നു. അതാണ് ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാതെ എനിക്ക് ജിമ്മിൽ പോയിട്ട് ഫിറ്റ് ആകണം എന്നല്ല നമ്മൾ എഴുതുന്നത്. പകരം എനിക്ക് ഇത്ര നാൾ കൊണ്ട് ഇത്ര ഇത് കുറയ്ക്കണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എഴുതി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനിൽ ഈ പറയുന്ന ആഗ്രഹം പതിയുകയാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇതെൻ്റെ പഴയ പിക്ചറാണ്. ഞാൻ 10 വർഷം മുമ്പുള്ള പിക്ചറാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ പിക്ചറിൻ്റെ രൂപത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എഴുതുന്നത് ഞാൻ ഒരു മാസം കൊണ്ട് 3 കിലോ കുറയ്ക്കും എന്നാണ്. ഒരു മാസം കൊണ്ട് 3 കിലോ കുറച്ചാൽ മാത്രമേ എനിക്കൊരു 10 മാസം കൊണ്ടൊരു 30 കിലോയിലോട്ട് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ ഈ പറയുന്നൊരു കോലത്തിലോട്ട് തിരിച്ചെത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ രീതിയിൽ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് നമ്മളത് വളരെ കൃത്യമായിട്ട് തന്നെ കൺവേ ചെയ്തു പോകണം. അതാണ് ജേർണലിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ ഒരു വേഗമായിട്ടുള്ള കാര്യങ്ങളല്ല എഴുതുന്നത്. പിന്നെ നമ്മുടെ ഗോൾസിനെ നമുക്ക് ആക്ഷനബിൾ സ്റ്റെപ്സ്, ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് എഴുതുമ്പോഴത്തേക്കും നമുക്ക് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യണം, മാർക്കറ്റ് റിസർച്ച് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതും. അപ്പോൾ എഴുതി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യും. നമ്മൾ ആ ഒരു ആക്ഷൻ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. അതെൻ്റെ കാര്യത്തിൽ ഒരുപാട് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളെ കബളിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയത്തില്ലേ. അപ്പം നമ്മൾ ജേർണൽ എഴുതിയത് മാത്രം പോരാ, നമ്മുടെ ആ ഒരു പ്രോഗ്രസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കാറ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ സെപ്റ്റംബർ 1, 2025 ഞാൻ അതിൻ്റെ ഒരു ഡെഡ് ലൈൻ വെച്ചിരിക്കുന്നത്. അപ്പം സെപ്റ്റംബർ 1, 2025 കാറ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പെൻസുകൾ ഞാൻ അതിനനുസരിച്ച് വെട്ടിച്ചുരുക്കണം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സേവിങ്സുകൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു കാറ് വാങ്ങിക്കാനുള്ളൊരു പൈസ എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ എല്ലാ വട്ടവും ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആകും. അടുത്ത് വരുന്നത് നമ്മുടെ കോൺഫിഡൻസൊക്കെ ബൂസ്റ്റ് ചെയ്യും. നമ്മളുടെ ഉയരങ്ങൾ എത്തുന്നതിനെക്കുറിച്ചിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ വിജയങ്ങൾ പോലും നമ്മളെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഈ പറയുന്നത് കൊണ്ട് നമുക്ക് പരാജയങ്ങൾ വരത്തില്ലെന്നോ അല്ലെങ്കിൽ തടസ്സങ്ങൾ വരത്തില്ലെന്നോ ഒന്നുമല്ല. പക്ഷെ വന്നാലും അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ തലച്ചോറിൽ നമുക്ക് വരും. ഈ ഐഡിയാസ് നമ്മുടെ ഉള്ളിൽ തന്നെത്താനെ വരും. അതാണ് വേറെ ഗുണം എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാനിപ്പം ചില അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിനുകളൊക്കെ റൺ ചെയ്ത് സക്സസ്ഫുൾ ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏത് രീതിയിൽ ചിന്തിച്ചാലാണ് എനിക്കത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പറയുന്ന ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ വിജയത്തിലോട്ടെത്തും. ഇപ്പം കുറച്ചൊരു പ്രൊക്രാസ്റ്റിനേഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഡയറിയിൽ അയാൾ എഴുതുന്നത് അയാളുടെ ഡ്രീംസും അല്ലെങ്കിൽ അയാൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അയാളുടെ ഒരു വീട് വേണോ അല്ലെങ്കിൽ കാറ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അയാളും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പം മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, നമ്മൾ ആക്ഷൻസ് എടുക്കണ്ടേ. നമുക്കൊരിക്കലും നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് തന്നെ പറയും, നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇതാണ്, സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മൈൻഡ് സിഗ്നൽസ് കൊടുക്കും. നമ്മളെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു വേറൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത്. പിന്നെ വിഷ്വലൈസിങ് സക്സസ്. ഈ വിഷ്വലൈസിങ് സക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ദാസനും വിജയനും. അവർ എന്തൊക്കെ ട്രാജഡീസ് വന്നിട്ടും അവർ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആ ഒരു ഭാവി ജീവിതത്തിനെ കുറിച്ചിട്ട് കാണുന്നത്. ശരിക്കും അവർ വിഷ്വലൈസ് ചെയ്യാണ് അങ്ങ് ജീവിതത്തിൽ സുഖിക്കുന്നത്, കാറ് വേണം, വീട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സത്യം പറഞ്ഞാൽ അതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് നമ്മൾ കാണണം. നമ്മുടെ ഭാവിയെ നമ്മൾ ആ ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് കാണണം. ആ ഒരു വിഷ്വലൈസേഷൻ കാണുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഗോളിലോട്ട് എത്തിച്ചേരും.
ഇപ്പം എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ്, എൻ്റെ റൈറ്റ് ബോർഡ് എന്ന് പറയുന്ന എഡ്യൂ പ്ലാറ്റ്ഫോം പിന്നെ എന്താ വളരെ ഫേമസ് ആകണം, എല്ലാ ആൾക്കാരുടെ ഇടയിൽ എത്തണം, അതിൽ നിറയെ കുട്ടികൾ വേണം എന്ന് ഉള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താ, എൻ്റെ റൈറ്റ് ബോർഡിൽ നിറയെ കുട്ടികൾ വന്നിരിക്കുന്നു, ഞാൻ അവരെ പഠിപ്പിക്കുന്നു, നമുക്ക് നിറച്ച് അഡ്മിഷൻസ് വരുന്നു. അപ്പോൾ അപ്പം ഉണ്ടാകുന്ന ആ ഒരു സാമ്പത്തിക അഭിവൃദ്ധി, സന്തോഷം, അതാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പം അതേപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കയ്യിൽ കെട്ടിയ ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ജേർണലിങ് എഴുതാൻ. അപ്പം ഇതൊക്കെയാണ് ജേർണലിങ് എഴുതിയാലുള്ള ബെനിഫിറ്റുകളെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരോട് ബൈ ബൈ.